ഹായ്, നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ കൊടുമുണ്ട എന്ന സ്ഥലത്ത് മുസ്തഫാക്കാൻ്റെ വീട്ടിലാണുള്ളത്. മുസ്തഫാക്കാൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു 2500-3000 രൂപ കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു 3 കിലോ വാട്ട് സോളാർ വെക്കണം എന്ന് പറഞ്ഞു. നമ്മൾ കറക്റ്റ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ 3 കിലോ വാട്ട് സോളാർ വെക്കാൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതും UTL സോളാർ എന്ന കമ്പനിയുടെ സോളാർ ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, തുടർന്ന് നമുക്ക് ഈ വീഡിയോയുടെ ഇവിടെ വെച്ചിട്ടുള്ളത് UTL സോളാർ എന്ന കമ്പനിയുടെ 3.3 എന്ന ഇൻവെർട്ടറാണ്, ഗ്രിഡ് ഇൻവെർട്ടർ. അതും 10 വർഷം ഓൺ സൈറ്റ് വാറണ്ടി ഉള്ള ഇൻവെർട്ടറാണ്. 3.3 UTL സോളാർ എന്ന കമ്പനിയുടെ ഇൻവെർട്ടർ. ഇതിവിടെ വൈഫൈ കണക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗൾഫിൽ ഇരുന്നിട്ടോ മറ്റുള്ള ഏത് ജില്ലകളിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടി, ടോട്ടൽ എത്ര യൂണിറ്റ് കിട്ടി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ വൈഫൈ കണക്ഷനിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഇത് വരുന്നത് ACDB ആണ്. നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ACDB വെച്ചത്. ഹാവൽസ് കമ്പനിയുടെ ACDB ആയിരുന്നു. പിന്നെ ഇത് വരുന്നത് DCDB ആണ്. അതും ഹാവൽസ് കമ്പനിയുടെ DCDB വരുന്നത്. നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ മോളിൽ നിന്നുള്ള കണക്ഷൻ പാനൽ നിന്നുള്ള എനർജി വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഇൻവെർട്ടർ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു DCDB വെച്ചിട്ടുള്ളത്. ഇത് വരുന്നത് എർത്തിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. എർത്തിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ വരുന്നു. UTL എന്ന കമ്പനിയുടെ 540 വാട്ടിൻ്റെ 6 പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. അത് 3 കിലോ വാട്ട് സിസ്റ്റം. UTLൻ്റെ പുതിയ ടെക്നോളജിയായ ഹാഫ് കട്ട് മോണോപർക്ക് പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതും ഹാഫ് കട്ട് മോണോപർക്ക് ടെക്നോളജി വരുന്ന പുതിയ പാനൽ. ഓക്കെ, പിന്നെ ഇതിൽ വെച്ച് വരുന്ന സ്ട്രക്ചർ എന്ന് വരുന്നത് GI സ്ട്രക്ചറാണ്. GI ഗാൾവനൈസ്ഡ് ഹോട്ട് ടിപ്പ് സ്ട്രക്ചറാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഹോട്ട് ടിപ്പ് ഗാൾവനൈസ് സ്ട്രക്ചർ നെട്ട് ആൻഡ് ബോൾട്ട് ആണ് ഈ വരുന്നത്. ഇതാണ് MNRE അപ്രൂവ് ആണത്. കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചത് ഈ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ സോളാർ പാനൽ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇവിടെ നമ്മൾ MC4 കണക്ടറൊക്കെ വെച്ചിട്ടാണ് നല്ല രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ സബ്സിഡിയിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. 3 കിലോ വാട്ട്. ഇതിൽ നമുക്ക് 54,000 രൂപ സബ്സിഡി കിട്ടുന്നുണ്ട്. 54,000 രൂപ സബ്സിഡി കിട്ടുന്ന പ്രൊജക്റ്റാണ് ഈ ഒരു പുതിയ സോളാർ സിസ്റ്റം. പിന്നെ ഇതിൽ വരുന്നത് മൾട്ടി സ്പേക്ക് ആണ്. ലൈറ്റ്നിങ് അറസ്റ്റ് വരുന്നത് മൾട്ടി സ്പേക്ക് ലൈറ്റ്നിങ് അറസ്റ്റ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എർത്ത് കേബിൾ വരുന്നത് 50 സ്ക്വയർ mm എർത്ത് കേബിളാണ് വെച്ചിരിക്കുന്നത്. അതും XL എന്ന കമ്പനിയുടെ എർത്ത് കേബിൾ. ഇതാണ് ലൈറ്റ്നിങ്ങിൻ്റെ കേബിൾ വരുന്നത്. ഞാൻ നേരത്തെ മുകളിൽ കാണിച്ചിരുന്നില്ല, ലൈറ്റ്നിങ് അറസ്റ്റിൻ്റെ കൂടെ ഒരു കേബിൾ വരുന്നുണ്ട് 50 സ്ക്വയർ mm. ആ കേബിളിലെ ബാക്കി വരുന്ന പോർഷനാണ് ഇവിടെ വരുന്നത്. ഇതാണ് അതിൻ്റെ എർത്തിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. എർത്തിങ് ഒന്ന് ഇവിടെ ഉണ്ട്, ഒരു എർത്തിങ് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ഒരു എർത്തിങ് വരുന്നത്. അത് XL ചാമ്പറാണ് വരുന്നത്. ഒരു എർത്തിങ് അവിടെയും വരുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ 3 എർത്തിങ് വരുന്നുണ്ട്. ഇത് എനർജി മീറ്ററാണ് വരുന്നത്. ഇത് 5 വർഷം വാറണ്ടി ഉണ്ട്. അതും വിഷൻ ടെക് എന്ന കമ്പനിയുടെ എനർജി മീറ്ററാണ് ഇതിൽ വരുന്നത്. അതുമാത്രമല്ല നമ്മൾ സേഫ്റ്റിയിൽ ഒരു ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു കീ ഉണ്ട്. നമുക്കിപ്പോൾ തുറന്ന് നോക്കിയിട്ട് നമുക്ക് എനർജി എത്രയും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിലറിയാൻ പറ്റും. അതുമാത്രമല്ല നമുക്ക് ഇൻവെർട്ടറിലും അറിയാൻ പറ്റും. എന്നിരുന്നാലും ഒരു എനർജി മീറ്റർ ഇവിടെ വരും. ഓക്കെ, ഇത് വരുന്നത് KCB വെച്ച നെറ്റ് മീറ്ററാണ്. നേരത്തെ മുസ്തഫാക്ക പറഞ്ഞ പോലെ നെറ്റ് മീറ്റർ ഇവിടെ KCB വെച്ച് പോയി എന്ന് പറഞ്ഞില്ലേ, ആ നെറ്റ് മീറ്ററാണ്. KCBയുടെ ആൾക്കാർ വന്ന് പട്ടാമ്പി KCBയുടെ ആൾക്കാർ വന്ന് ചെയ്തതാണ് ഈ ഒരു നെറ്റ് മീറ്റർ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ 3 കിലോ വാട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്തത്. അത് പാലക്കാട് ജില്ലയിലെ കൊടുമുണ്ട എന്ന സ്ഥലത്താണ്. നമുക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം. ഇതെങ്ങനെയാണ് ഈ ഇൻസ്റ്റാളേഷൻ ചെയ്ത് നമ്മളെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് വീഡിയോ ഒന്ന് ചോദിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഈ കറണ്ട് ബില്ല് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് ഇനിയിപ്പോൾ KCBയുടെ പുതിയ വാർത്തകളൊക്കെ വരുമ്പോൾ വൈദ്യുതി ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സോളാർ സംവിധാനം സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം വരികയും അങ്ങനെ യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് അവസാനം പിന്നെ ഒരു സുഹൃത്ത് വഴി, ഒരു ജ്യേഷ്ഠ സഹോദരൻ വഴി ഇവരിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് ഒരുപാട് പേരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ചെയ്യിക്കുന്ന വീഡിയോ ഒന്നുമല്ല, മറിച്ച് നമ്മൾ ഈ ഒരുപാട് പേരോട് സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലായത് വളരെ കൃത്യമായ രൂപത്തിൽ നമ്മുടെ നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ തന്ന് നമ്മൾ പറയുന്ന രൂപത്തിൽ എല്ലാ സംവിധാനങ്ങളോടുകൂടി ചെയ്തു തരുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇവരെ തന്നെ വിളിച്ച് ഈ സെറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പിന്നെ അവർ കൃത്യമായ സമയത്ത് തന്നെ സമയബന്ധിതമായിട്ട് തന്നെ പറഞ്ഞ പോലെ ചെയ്തു തന്നു. പിന്നെ ഇന്ന് KCB ഒന്ന് മീറ്റർ വെച്ചു. അപ്പോൾ ഇന്ന് മുതൽ സോളാറിലേക്ക് മാറിയിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്തായാലും താങ്ക്സ് ആൾ.